കൊടുങ്ങല്ലൂരിൽ നഗരസഭാ യോഗത്തിനിടെ പ്രതിപക്ഷ ബഹളം. നഗരസഭാ ചെയർപേഴ്സണെ തടഞ്ഞു. വനിതാ കൗൺസിലർമാരെ കയ്യേറ്റം ചെയ്തതായി പരാതി. ഇന്നുച്ചയ്ക്ക് ചേർന്ന നഗരസഭാ യോഗത്തിനിടെയാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത്. വാർഷിക പദ്ധതി ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ ചൊല്ലി പ്രതിപക്ഷത്തെ BJP കൗൺസിലർമാർ പ്രതിഷേധമുയർത്തുകയായിരുന്നു. ഭരണപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് മാത്രമാണ് ഫണ്ട് അനുവദിക്കുന്നതെന്നായിരുന്നു BJP കൗൺസിലർമാരുടെ ആരോപണം. ബഹളത്തിനിടെ അജണ്ടകൾ പാസ്സായതായി അറിയിച്ച് ചെയർപേഴ്സൺ TK ഗീത തന്റെ ഓഫീസിലേക്ക് മടങ്ങി. തുടർന്ന് BJP കൗൺസിലർമാർ ചെയർപേഴ്സണെ ഓഫീസിൽ തടഞ്ഞു വയ്ക്കുകയായിരുന്നു. പ്രതിഷേധക്കാരെ മറികടന്ന് പുറത്തുപോകാൻ ശ്രമിച്ച തന്നെയും കൗൺസിലർ അലീമ റഷീദിനെയും BJP കൗൺസിലർമാർ കയ്യേറ്റം ചെയ്തതായി TK ഗീത ആരോപിച്ചു. ഞാൻ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ എന്നെ വാതിലടച്ച് അവര് പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കുകയുണ്ടായില്ല. ഞാൻ വാതിൽ തുറക്കാൻ ശ്രമിച്ചപ്പോൾ എന്നെ ധന്യാഷനും അതുപോലെ എല്ലാ കൗൺസിലേഴ്സും എന്നെ വളരെയധികം ശക്തിയായി തടയുകയും ചെയ്തു. ഞാൻ നിർബന്ധപൂർവ്വം വാതിൽ തുറന്നപ്പോൾ എന്നെ സഹായിക്കുന്ന രീതിയിൽ അലീമ റഷീദ് എൻ്റെ അടുത്തേക്ക് വന്നു. അലീമ റഷീദിന്റെ മുഖത്തേക്ക് അവർ ശക്തമായി രീതിയിൽ വാതിൽ വീണ്ടും ശക്തമായി അടച്ചപ്പോൾ അലീമ റഷീദിന്റെ മുഖത്തേക്ക് തട്ടുകയും ചെയ്തു. ഞാനൊരു വിധത്തിൽ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ ആണുങ്ങളായ കൗൺസിലേഴ്സ് ജയദേവൻ, സജീവൻ, പരമേശ്വരൻ എന്നെ തടയുകയും ചെയ്തു. അവരെ കവച്ചു വെച്ചുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. വീണ്ടും പരമേശ്വരൻ കൂട്ടി എന്നെ കൈ പിടിക്കുകയും എന്റെയും ഹലീമയുടെ കൈ പിടിക്കുകയും എന്നെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. അവരെ തട്ടിമാറ്റിക്കൊണ്ടാണ് ഞാൻ കോണി ഇറങ്ങിയിട്ട് പുറത്തേക്ക് വന്നത്. വളരെ മോശമായ ഒരു പ്രവർത്തനമാണ് ഇന്നത്തെ കൗൺസിലില് BJP കൗൺസിലേഴ്സ് ചെയ്തത്. അത് ആണെന്നോ പെണ്ണെന്നോ എന്ന വ്യത്യാസമില്ലാതെയാണ് ഞങ്ങളോട് ഇത്തരത്തിൽ വികാരപരമായ പെരുമാറ്റമാണ് ചെയ്തത്. എനിക്ക് വേറൊന്നും പറയാനില്ല. ഇത് ശരിയായ ഒരു നടപടിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ വാർഷിക പദ്ധതി ഭേദഗതിയിൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളെ പൂർണ്ണമായും അവഗണിച്ചതായും ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ട് ഇറങ്ങിപ്പോവുകയുമായിരുന്നു. ഇത് ചോദ്യം ചെയ്ത പ്രതിപക്ഷ വനിതാ കൗൺസിലർമാരെ ഭരണപക്ഷ കൗൺസിലർമാർ മർദ്ദിച്ചതായും പ്രതിപക്ഷ നേതാവ് TS സജീവൻ ആരോപിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ 2025-26
വാർഷിക പദ്ധതി ഭേദഗതി ചെയ്യുന്നത് സംബന്ധിച്ച് ആദ്യത്തെ അജണ്ട അതായിരുന്നു. ആ വാർഷിക പദ്ധതി അജണ്ടയോട് ബന്ധപ്പെട്ട് ആ അജണ്ടകൾ മുഴുവൻ പരിശോധിക്കാൻ പറഞ്ഞ സമയത്ത് അത് ഒന്ന് വായിക്കാൻ പറഞ്ഞ സമയത്ത് അത് വായിക്കുകയും വായിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് LDFിൻ്റെ വാർഡിലേക്ക് മാത്രം 1,11,50,000 രൂപ വീതം വയ്ക്കുകയും BJPയുടെ വാർഡിലേക്ക് 1 രൂപ പോലും തരാത്തൊരു സാഹചര്യമാണ് ഇന്ന് കൗൺസിലിൽ ഈ അടിയന്തര കൗൺസിലിൽ വന്നിട്ടുള്ള അജണ്ടയിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോട് ബന്ധപ്പെട്ടിട്ടാണ് കാനകളും റോഡുകളുടെയും വർക്ക് വരുന്നത്. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ഈ അജണ്ട വന്ന സമയത്ത്, അതായത് 2:45 അടിയന്തര കൗൺസിൽ തുടങ്ങുന്നതിലേക്ക് മുമ്പ് 2:30 ഈ അജണ്ട പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വന്നത്. അതുപോലെ തന്നെ 2:30 വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഈ അജണ്ട വന്നത്. വ്യക്തമായിട്ട് BJP കൗൺസിലർമാർ ആ വിഷയത്തിൽ വിയോജനക്കുറിപ്പ് കൊടുക്കുകയും ഈ അജണ്ട അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമായി അതിൻ്റെ അകത്ത് സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. അതിനുശേഷമാണ് കൗൺസിൽ ആരംഭിച്ചത്. ഈ ഒന്നാമത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അജണ്ടയോട് ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് എടുക്കാനായിട്ട് സംസാരിച്ച സമയത്ത് ചെയർപേഴ്സൺ ഏകാധിപത്യ രീതിയിൽ ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നുള്ള ധിക്കാരപരമായിട്ടുള്ള മറുപടിയാണ് പറഞ്ഞത്. അത് ജനാധിപത്യ വിരുദ്ധമാണ്. നമുക്കറിയാം, ഏതൊരു വിഷയത്തെക്കുറിച്ചും അത് അജണ്ട വരുന്ന സമയത്ത് സംസ്കാരിക്കാനും അത് ചർച്ച ചെയ്യാനും ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും ജനാധിപത്യ രീതിയിൽ അതിന് അവകാശമുണ്ട് കൗൺസിലിന്.